നമസ്കാരം. പശ്ചിമ ബംഗാൾ ഒരു കാലത്ത് വിപ്ലവത്തിന്റെയും സംസ്കാരത്തിന്റെയും മണ്ണായിരുന്ന ഇവിടം ഇന്ന് ജനാധിപത്യത്തിന്റെ ശ്മശാനമായി മാറുകയാണോ? മമതാ ബാനർജിയുടെ തൃണമൂൽ ഭരണത്തിന് കീഴിൽ ബംഗാൾ ഇന്ന് കാണുന്നത് ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വികൃതമായ മുഖമാണ്. എന്നാൽ ഈ അക്രമ രാഷ്ട്രീയത്തിന് ദശകങ്ങളുടെ പഴക്കമുണ്ട്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച തടയാൻ ബംഗാളിലെ കോൺഗ്രസ് സർക്കാർ പയറ്റിയ അതേ തന്ത്രങ്ങളാണ് ഇന്ന് മമതാ ബാനർജിയും പുറത്തെടുക്കുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്താൻ കോൺഗ്രസ് സർക്കാർ പോലീസിനെയും ഗുണ്ടകളെയും ഒരുപോലെ ഉപയോഗിച്ചു. കള്ളക്കേസുകളും ബൂത്ത് പിടുത്തവും അക്രമങ്ങളും വഴി ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ അന്ന് കോൺഗ്രസ് കാണിച്ച അതേ തന്ത്രങ്ങളുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസ് നടപ്പിലാക്കുന്നത്. മാട്ടി മാനുഷ് എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ മമത ഇന്ന് തന്റെ അധികാരം നിലനിർത്താൻ ഉപയോഗിക്കുന്നത് കോൺഗ്രസ് പണ്ട് പഠിപ്പിച്ചു കൊടുത്ത അതേ ചോരയും ബോംബുകളുമാണ്. ഗ്രാമങ്ങളിൽ തൃണമൂൽ ഗുണ്ടകൾ അഴിച്ചുവിടുന്ന കൊലപാതകങ്ങളും സ്ത്രീകളെ പോലും വെറുതെ വിടാത്ത ക്രൂരമായ അതിക്രമങ്ങളും ബംഗാളിനെ ഒരു ഭയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു. എതിർ ശബ്ദമുയർത്തുന്നവരെ നിശബ്ദമാക്കാൻ ബോംബെറിയുന്നതും പോലീസിനെ സ്വന്തം പാർട്ടി കേഡർമാരാക്കി മാറ്റി നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കുന്നതും മമതാ സർക്കാരിന്റെ പതിവ് ശൈലിയായി മാറിയിരിക്കുന്നു. എന്നാൽ അക്രമം കൊണ്ട് ജനവിധി അട്ടിമറിക്കാമെന്ന് കരുതുന്നവർക്ക് ഇത്തവണ പിഴച്ചു. ബംഗാളിലെ ഈ ഗുണ്ടാരാജിന് അന്ത്യം കുറിക്കാൻ സാക്ഷാൽ ഉത്തർപ്രദേശിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് IPS ഓഫീസർ അജയ് പാൽ ശർമ്മ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് 79 ക്രൂഡ് ബോംബുകൾ പിടിച്ചെടുത്ത NIA നടപടി മമതയുടെ കോട്ടകളെ നടുക്കിയിരിക്കുകയാണ്. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയ TMC സ്ഥാനാർത്ഥിക്ക് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് നൽകിയ ആ താക്കീത് അത് വെറുമൊരു മുന്നറിയിപ്പല്ല, മമതയുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഇടിമുഴക്കമാണ്. എന്താണ് ബംഗാളിൽ ശരിക്കും സംഭവിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. പതിറ്റാണ്ടുകളായി ബംഗാളിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെയും കള്ളവോട്ടിന്റെയും കറുത്ത ഏടുകൾ മാത്രമേ കാണാൻ സാധിക്കൂ. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ അക്രമം ഒരു നിത്യസംഭവമായി മാറി. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്തുക, പോളിംഗ് ബൂത്തുകൾ പിടിച്ചെടുക്കുക, എതിർ രാഷ്ട്രീയക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തുക, ഇതാണ് ബംഗാളിലെ ദീദിയുടെ വിജയതന്ത്രമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്ത്രീകളും വയോധികരും പോലും ഈ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറില്ല. പോലീസിനെ വെറും കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് തൃണമൂൽ ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ അവിടെ ജനാധിപത്യം എന്നത് വെറും പ്രഹസനമായി മാറുന്നു. എന്നാൽ ഇത്തവണ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കണ്ട രാജ്യം ഞെട്ടിപ്പോയി. 152 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പ് തികച്ചും സമാധാനപരമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി 44,376 പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരിടത്ത് പോലും പുനർവോട്ടെടുപ്പ് വേണ്ടി വന്നില്ല. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സേനയുടെയും ഇച്ഛാശക്തിയുടെ വിജയമാണ്. മമതയുടെ ഗുണ്ടകൾക്ക് ബൂത്തുകളിലേക്ക് കടക്കാൻ പോലും സാധിക്കാത്ത വിധം കനത്ത സുരക്ഷയാണ് കേന്ദ്രസേന ഒരുക്കിയത്. ഓരോ ബൂത്തിലും മൈക്രോ ഒബ്സർവർമാരെ നിയമിച്ചു. തങ്ങളുടെ വോട്ട് ആരും തട്ടിയെടുക്കില്ലെന്ന് ഉറപ്പായപ്പോൾ ബംഗാൾ ജനത ഒന്നടങ്കം പുറത്തിറങ്ങി. ഫലം 92.72% എന്ന റെക്കോർഡ് പോളിംഗ്. സാധാരണക്കാർ മമതയുടെ ഗുണ്ടകളെ വെല്ലുവിളിച്ച് ബൂത്തിലെത്തിയ കാഴ്ചയായിരുന്നു അത്. ആദ്യഘട്ടത്തിലെ സമാധാനം മമതാ സർക്കാരിനെ എത്രത്തോളം ചൊടിപ്പിച്ചു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് 79 ക്രൂഡ് ബോംബുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മമതയുടെ സ്വാധീന മേഖലകളിൽ വോട്ടർമാരെ ബോംബെറിഞ്ഞ് പേടിപ്പിക്കാൻ ആസൂത്രണം ചെയ്ത വലിയൊരു ഗൂഢാലോചനയാണ് ഇവിടെ പൊളിഞ്ഞത്. ഈ ബോംബ് ശേഖരം കണ്ടെത്തിയതോടെ ദേശീയ അന്വേഷണ ഏജൻസി നേരിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തു. സാധാരണ പോലീസ് അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ഒതുക്കി തീർക്കാറുള്ള ബംഗാളിൽ NIA എത്തിയത് അക്രമികൾക്ക് വലിയ തിരിച്ചടിയായി. അക്രമത്തിലൂടെ അധികാരം നിലനിർത്താൻ നോക്കുന്നവരുടെ വേരുകൾ അറുക്കാൻ കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞു. ബംഗാളിലെ അക്രമികളെ പൂട്ടാൻ കേന്ദ്രം പ്രയോഗിച്ച മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു UP കേഡറിലെ IPS ഓഫീസർ അജയ് പാൽ ശർമ്മയുടെ നിയമനം. 100-ലധികം എൻകൗണ്ടറുകൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ബംഗാളിൽ ഒബ്സർവറായി നിയമിച്ചത് തൃണമൂൽ നേതാക്കളെ വിറപ്പിച്ചിരിക്കുകയാണ്. TMC സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ വോട്ടർമാരെ ഭീഷണിപ്പെടുത്താൻ നോക്കിയപ്പോൾ അജയ് പാൽ ശർമ്മ നൽകിയ താക്കീത് ഇപ്പോൾ വൈറലാണ്. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയാൽ അനന്തരഫലം
UP സ്റ്റൈലിലായിരിക്കും എന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. തന്റെ മുന്നിൽ നിൽക്കുന്നത് വെറുമൊരു പോലീസുകാരനല്ല, മറിച്ച് കുറ്റവാളികളുടെ സിംഹസ്വപ്നമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ജഹാംഗീർ ഖാൻ പത്തിമടക്കി. ബംഗാളിൽ ഇനി ഗുണ്ടാരാജ് നടക്കില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പാണിത്. ബംഗാളിലെ വോട്ടർമാരുടെ ഏറ്റവും വലിയ പേടി പോസ്റ്റ് പോൾ വയലൻസ് അഥവാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികാര നടപടികളാണ്. വോട്ട് ചെയ്തതിന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീടുകൾ കയറി ആക്രമിക്കുന്ന തൃണമൂൽ രീതിക്ക് അന്ത്യം കുറിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ തന്ത്രം മെനഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞ് 7 ദിവസം കൂടി കേന്ദ്രസേന ബംഗാളിൽ തുടരും. തോറ്റവർ വിജയിച്ചവരെ ആക്രമിക്കുന്നതോ വോട്ട് ചെയ്തവരെ വേട്ടയാടുന്നതോ ഇനി നടക്കില്ല. ആരെങ്കിലും അവിടെ വാല് പൊക്കിക്കഴിഞ്ഞാൽ അവനെ തലകീഴായി കെട്ടിത്തൂക്കും എന്ന അമിത്ഷായുടെ വാക്കുകൾ അക്രമികൾക്കുള്ള മരണ വാറന്റാണ്. പശ്ചിമ ബംഗാൾ ഇപ്പോൾ ഒരു യുദ്ധക്കളമാണ്. ഒരു വശത്ത് അക്രമവും ബോംബ് രാഷ്ട്രീയവും കൈമുതലായുള്ള ഭരണകൂടം, മറുവശത്ത് ജനാധിപത്യം വീണ്ടെടുക്കാൻ പോരാടുന്ന സാധാരണ ജനങ്ങളും അവർക്ക് കാവൽ നിൽക്കുന്ന കേന്ദ്ര ഏജൻസികളും. ബോംബുകൾക്കും ഭീഷണികൾക്കും ബംഗാളിന്റെ വിധി മാറ്റാൻ കഴിയില്ലെന്ന് ഇത്തവണത്തെ ജനപങ്കാളിത്തം തെളിയിക്കും. അജയ് പാൽ ശർമ്മയെ പോലുള്ള സിംഗങ്ങൾ കാവൽ നിൽക്കുമ്പോൾ, അമിത്ഷായുടെ നിരീക്ഷണത്തിൽ NIA അന്വേഷണം നടക്കുമ്പോൾ ബംഗാൾ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അക്രമ രാഷ്ട്രീയത്തിന് ബംഗാൾ ഇത്തവണ നൽകുന്ന മറുപടി എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.